ഹലോ നമസ്കാരം, ജിതേഷാണ്. ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗ് മാതിരി ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി എന്നോട് ആൾക്കാരെല്ലാം ചോദിക്കണ് എന്തൊക്കെയുണ്ട് നിൻ്റെ വിശേഷങ്ങൾ, സുഖമാണോ, പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അറിയാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുകൾക്ക് വേണ്ടി ഒരു ചെറിയ വ്ളോഗ് മാതിരി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് രാവിലെ എണീറ്റ് ഞാനും വൈഫും കൂടിയിട്ട് അസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 3 മാസം കൂടുമ്പോൾ ഒരു റിവ്യൂവിന് പോകണം. അത് ഇന്നാണ്. അപ്പോൾ നേരെ ബസ് കയറിയിട്ട് വാടാനപ്പള്ളിയിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയി ഇറങ്ങി. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് തൊഴുത് അവിടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്രയായി അസ്റ്റർ മെഡിസിറ്റിയിലേക്കിട്ടാണ്. അവിടേക്ക് കുറച്ച് യാത്രയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ച് പോകാൻ വെച്ചാൽ അങ്ങനെ ഇറങ്ങിയതാണ്. റോഡ് പണിയൊക്കെ നടക്കണ കാരണം പതുക്കെയാണ് വണ്ടി പോയത്. എന്നാലും അവിടെ അസ്റ്റർ മെഡിസിറ്റിയുടെ അടുത്താണല്ലോ ബസ് എത്താത്ത കാരണം അതിൻ്റെ മുന്നായിട്ട് ബസ് ഇറങ്ങണമല്ലോ. അവൻ അവിടുന്ന് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് നേരെ അസ്റ്റർ മെഡിസിറ്റിയിലെത്തി. അവിടെ നിന്ന് ഡോക്ടർക്കുള്ള നമ്മൾ ഓൾറെഡി അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അസ്റ്റർ മെഡിസിറ്റിയിൽ നമുക്ക് സുപരിചിതമാണ്, എല്ലായിടത്തും പരിചയമാണ്. ഒരു 2 കൊല്ലത്തോളം നമ്മളവിടെ ഉണ്ടായിരുന്നല്ല. അപ്പോൾ ഞാനവിടെ കിടക്കുകയാണെങ്കിലും അഞ്ജലിക്ക് എല്ലാ പരിചയമാണ്. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് സ്ഥലങ്ങളൊക്കെ അറിയാം, കാരണം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളായാലും. പക്ഷേ ഡോക്ടർ വരാൻ എന്തായാലും ഒരു 12 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 പേഷ്യൻറ്റിന് ശേഷമായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുത്തു. പിന്നെ അവിടെ ചെന്ന് നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ എത്ര വിഷമിച്ച് അവിടെ കിടക്കുമ്പോഴും അവിടെയുള്ള ഓരോ വാക്കുകളും കാര്യങ്ങളും നമ്മളവിടെ ശ്രദ്ധിക്കാറുണ്ട് എഴുതി വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്തത്, നമ്മളെത്ര വൈകി ചെന്നാലും ഇവിടുത്തെ പരിചരണം നമുക്ക് മുടക്കില്ല എന്നൊരു വാക്ക്. ആ വാക്ക് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാൾ എനിക്കത് മനസ്സിലിങ്ങനെ കിടന്നുകൊണ്ട് അത് എനിക്ക് ധൈര്യം പകർന്നിരുന്നു സത്യം പറഞ്ഞ ആ വാക്ക്. എന്നെ ചികിത്സിക്കുന്നത് ഇപ്പോൾ ഒ പി നോക്കുന്നത് ചാൾസ് സാറാണ്. അവിടുത്തെ ഒരു നല്ല ഡോക്ടേഴ്സും മെയിനായിട്ട് ഓപ്പറേഷൻ ചെയ്തത് മാത്യു സാറാണ്. അതിന് ശേഷം ഒ പിക്ക് പോണത് ഞാൻ ചാൾസ് സാറാണ്. ചാൾസ് സാറിനെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അസ്റ്റർ മെഡിസിറ്റി കാഴ്ച നല്ലൊരു സംഭവമാണല്ലോ. അവിടെ എല്ലാതും നല്ലൊരു ഫീലിംഗ് തരും ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച്, നല്ലൊരു ഇതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടുത്തെ വണ്ടിയിൽ കയറിയിട്ട് ഓട്ടോറിക്ഷ കിട്ടണോടത്തുനിന്ന് എത്തി. അവിടെ എത്തിയതിന് ശേഷം ബസ് കയറി നേരെ വീട്ടിലേക്ക് വരാണ് ഉണ്ടായത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ നോർമലല്ല, എന്നാലും നോർമൽ മാതിരി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങളും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ പിച്ച കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ ഇപ്പോൾ വീട്ടിലെത്തിയതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നതിന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ അന്ന് എല്ലാവർക്കും ശരിട്ടാ. ഓക്കെ, ബൈ ബൈ.